നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2024 രണ്ടാം പാദത്തിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ അമേരിക്ക ഇസ്രയേലുമായിട്ടുള്ള കീ ഇൻ്റലിജൻസ് വിവരങ്ങൾ നൽകുന്നത് അത് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം ലൈവ് ഡ്രോൺ വീഡിയോ ഫീഡ് അത് കട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈവ് ഡ്രോൺ ഫീഡ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഇമേജ് പോലല്ല. താമസം ഒട്ടും കൂടാതെ സെക്കൻഡ് ടു സെക്കൻഡ് ബാറ്റിൽ ഫീൽഡ് ഇമേജുകളാണ് അമേരിക്ക വഴി ഇസ്രയേലിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് നിലവിലുള്ളതിൽ തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും കൃത്യതയുള്ള വിവരങ്ങളാണ് ഇസ്രയേലിന് അമേരിക്ക വഴി കിട്ടിയിരുന്നത്. എന്നാൽ 2024 അമേരിക്ക ഇത് കട്ട് ചെയ്തതോടുകൂടി, അതായത് ഇസ്രയേലിന് ഇത്തരം വിവരങ്ങൾ നൽകാതിരുന്നതോടുകൂടി ഹമാസിന്റെ മൂവ്മെന്റുകൾ അത് റിയൽ ടൈമിൽ ട്രാക്ക് ചെയ്യാൻ ഇസ്രയേലിന് കഴിയാതെ വന്നു. ഹോസ്റ്റേജസ് റെസ്ക്യൂ ഓപ്പറേഷൻ അത് കാര്യക്ഷമമായി നടത്താനും ഇസ്രയേലിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്ന് തുടങ്ങി ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ ഇത്തരം സസ്പെൻഷൻ ഇസ്രയേലിൻ്റെ നീക്കങ്ങളെ കാര്യമായി തന്നെ ബാധിക്കാൻ തുടങ്ങി. എന്നാൽ പുറം ലോകത്തിന് ഇത് സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. നമ്മൾ കാണുമ്പോൾ ഇസ്രയേലിന് അമേരിക്ക എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവിധ സഹായങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ റിയാലിറ്റിയിൽ യാഥാർത്ഥ്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രയേൽ എന്ന് പറയുന്ന വളരെ ചെറിയൊരു രാജ്യം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എത്ര കണ്ട് ആശ്രയിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും നല്ല തെളിവായി നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ കാണാൻ കഴിയും. എന്നാൽ ഇത്ര വലിയ സുഹൃത്തായിട്ട് പോലും അമേരിക്ക ഇസ്രയേലിനെതിരെ ഇത്തരമൊരു നീക്കം നടത്താനായിട്ടുള്ള പ്രധാന കാരണം എന്താണ്? അതിലൊന്നാമത്തെ കാരണം അമേരിക്കൻ നിർദ്ദേശങ്ങൾ വേണ്ട വിധത്തിൽ ഇസ്രയേൽ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അമേരിക്ക എല്ലാവിധ സപ്പോർട്ടുകൾ നൽകുമ്പോഴും ഇസ്രയേലിൻ്റെ തന്നെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയി. അമേരിക്ക ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ അത് ഇന്റർനാഷണൽ ലോ അനുസരിക്കുന്ന യുദ്ധങ്ങളിൽ മാത്രമേ, അത്തരം ഓപ്പറേഷനുകളിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള നിർദ്ദേശം ഇസ്രയേൽ പരിഗണിച്ചില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ ഇതൊന്നും തന്നെ കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഗസയിൽ വലിയ രീതിയിൽ മരണസംഖ്യ ഉയർന്നതും അമേരിക്ക ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോൾഡ് വാർ സമയത്തും അതുപോലെ തന്നെ ഇറാഖ് വാർ സമയത്തും അപ്പോൾ പോലും അമേരിക്ക ഇസ്രയേലുമായിട്ടുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് അത് കട്ട് ചെയ്തിട്ടില്ല. ഇന്റലിജൻസ് ഷെയറിംഗ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ട്രസ്റ്റാണ്. അവർ തമ്മിലുള്ള ഒരു വിശ്വാസമാണ്. രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ അത്തരമൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഇന്റലിജൻസ് ഷെയറിംഗ് അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. എന്നാൽ അമേരിക്കയ്ക്ക് അത്തരമൊരു ട്രസ്റ്റ് തന്നെ ഒരു ഘട്ടത്തിൽ ഇസ്രയേലിനോട് നഷ്ടപ്പെട്ടു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഇത്തരമൊരു നടപടി, അതായത് ഇൻ്റലിജൻസ് വിവരങ്ങൾ അത് ഷെയർ ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്ത ഈ ഒരു നടപടി ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇസ്രയേൽ തന്നെ അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകി അമേരിക്കൻ നിർദ്ദേശങ്ങൾ പാലിക്കാം, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങൾ അത് മിസ്യൂസ് ചെയ്യില്ല എന്നുള്ള ഉറപ്പിന് ശേഷമാണ് അമേരിക്ക പിന്നീട് ഇൻഫർമേഷൻ ഇസ്രയേലുമായി ഷെയർ ചെയ്ത് തുടങ്ങിയത്. റോയിറ്റേഴ്സ് തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ വിവരങ്ങളും ഇത്രയധികം അമേരിക്കൻ സപ്പോർട്ടും ഉണ്ടായിട്ട് കൂടെ ഇസ്രയേലിന് വേണ്ട രീതിയിലുള്ളൊരു വിജയം അത് നേടാൻ സാധിച്ചില്ല എന്നുള്ളതും പിന്നീട് സീസ് ഫയറിലേക്ക്, അതായത് ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തുടക്കഘട്ടത്തിൽ പറഞ്ഞ ഒരു സീസ് ഫയറിലേക്ക് പിന്നീട് അവർ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്ത, ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പോവുകയായിരുന്ന ഒരു കാർഗോ ഷിപ്പ്, അത്തരമൊരു കാർഗോ ഷിപ്പ് ഇപ്പോൾ അമേരിക്കയുടെ സൈന്യം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷണൽ ഫോഴ്സ് ആണ് ഈ ഒരു കപ്പലിലേക്ക് കടന്നു കയറി പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു പരിശോധനയ്ക്ക് ശേഷം ഈ ഒരു കപ്പൽ പോകാനായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്ക ആശങ്കയിലാണ്. അതായത്
ഇറാൻ കൂടുതലായി ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ടോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഇത്തരമൊരു സെർച്ചിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന ചരക്ക് എന്താണ്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ ഇത്തരം നടപടിക്കെതിരെ ഇപ്പോൾ ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. കാർഗോ ഷിപ്പ് ചൈനയിൽ നിന്ന് പുറപ്പെട്ടതിനാൽ തന്നെ ബെയ്ജിംഗ് അമേരിക്കയുടെ ഇത്തരം നടപടിയിൽ തീർച്ചയായിട്ടും അസ്വസ്ഥത രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യലി ഇത് സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണവും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല.